റോബോട്ടിക് ട്രേഡിംഗിന്റെ പാർട്ട് 1 വീഡിയോയിൽ എന്താണ് റോബോട്ടിക് ട്രേഡിംഗ് എന്നാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോബോട്ടിക് ട്രേഡിംഗിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റ് ആണ് റെഡ്യൂസ് റിസ്ക്. ഫണ്ടമെന്റൽസ്, ടെക്നിക്കൽ അനലൈസിംഗ്, കാൻഡൽസ്റ്റിക് പാറ്റേൺ, മാർക്കറ്റ് അനലൈസിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇതൊക്കെ ട്രേഡിംഗിൽ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പലപ്പോഴും പറ്റണമെന്നില്ല. ബട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് റോബോട്ടിക് ട്രേഡിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് ഫാക്ടേഴ്സ് കുറവാണ്. മാനുവൽ ട്രേഡിംഗിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇമോഷൻസ്. ട്രേഡിംഗിൽ പ്രോഫിറ്റോ ലോസോ വന്നെന്നിരിക്കട്ടെ, കൂടുതൽ പ്രോഫിറ്റ് എയിം ചെയ്യാനോ അല്ലെങ്കിൽ വന്ന ലോസിനെ കവർ ചെയ്യാനോ അതേ കമ്മോഡിറ്റിയിൽ തന്നെ റിവേഴ്സ് ട്രേഡിംഗിന്റെ ഭാഗമായി മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുന്ന ഇതിന് ഉദാഹരണമാണ്. ഇതിന്റെ റിസൾട്ട് എന്തായാലും ഒരു ബിഗ് ലോസ് തന്നെയായിരിക്കും. ബട്ട് കൃത്യമായ അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് റോബോട്ടിക് ട്രേഡിംഗ് സിസ്റ്റത്തിൽ ഇത്തരം ട്രേഡിംഗ് രീതികൾ ഇല്ല. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് ട്രേഡിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ്. പലരുടെയും ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ കണ്ടിട്ടുള്ളത് 1-2 മാസം പ്രോഫിറ്റ് ആണെങ്കിലും അടുത്ത മാസം ലോസ് ആയിരിക്കും. ഇവിടെയാണ് കൺസിസ്റ്റൻസി എന്ന വേർഡ് എടുത്തു പറയേണ്ടത്. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പാസീവ് ഇൻകം. അതായത് ഒരു വ്യക്തി ഇംപ്ലിമെന്റ് ചെയ്തു വെച്ചിരിക്കുന്ന സിസ്റ്റം വഴി അദ്ദേഹത്തിന്റെ പ്രസൻസോ ടൈമോ ഇല്ലാണ്ട് തന്നെ കൃത്യമായി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇതേ രീതിയിലുള്ള പാസീവ് ഇൻകം ആണ് റോബോട്ടിക് ട്രേഡിംഗിന്റെ ഹൈലൈറ്റഡ് ബെനിഫിറ്റ്.